നമസ്കാരം. കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കണ്ടതും കേട്ടതും എന്നുള്ളതിന് പകരം കണ്ടതും കെട്ടതുമായ ചില കാര്യങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ സാധാരണ മഹാന്മാരെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, കാലം കാത്തുവെച്ച കർമ്മയോഗി എന്നൊക്കെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെയാണ്, കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ്. ഒരുപക്ഷെ മഹാത്മജിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ദൈവത്തിൻ്റെ വരദാനമാണ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അതൊക്കെ അതുക്കും മേലെയാണ്. ദൈവത്തിൻ്റെ വരദാനമാണ് ഒരാൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ കാലം കാത്തുവെച്ച കർമ്മയോഗി, ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ അർഹതയുള്ള ഒരാൾ നമുക്കിടയിലുണ്ട്. നമ്മൾ തിരിച്ചറിയാതെ പോയി. നമ്മളോടിത് പറഞ്ഞു തരുന്നത് നമ്മുടെ സഖാവ് വാസവൻ ചേട്ടനാണ്. നമ്മുടെ വാസവൻ ചേട്ടൻ പറയുന്നു, പിണറായി വിജയൻ കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ്, ദൈവത്തിൻ്റെ വരദാനമാണ് എന്നൊക്കെ. സത്യത്തിൽ പിണറായിയെ ട്രോളിയതാണോ എന്നാണ് ചില സഖാക്കൾ തന്നെ ചോദിക്കുന്നത്. പക്ഷെ ട്രോളിയതൊന്നുമില്ല. വാസവൻ ചേട്ടൻ വളരെ സത്യസന്ധമായി പറഞ്ഞതാണ്. കാരണം ഇത് വാഴ്ത്തുപാട്ടുകളുടെ കാലമാണ്. വാഴ്ത്തുപാട്ടുകൾ പാടാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല, മന്ത്രിസഭയിൽ സ്ഥാനമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ റിയാസ്, മരുമോൻ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, വളരെ നല്ല മന്ത്രിയാണ് റിയാസ്. അപ്പോൾ റിയാസ് സാധാരണ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരുപാട് പ്രശംസിക്കാറുണ്ട്. അപ്പോൾ അതുക്ക് മേലെ നമ്മളും എത്തണം എന്നുള്ള വിചാരത്തിലാണ് ഓരോരോ മന്ത്രിമാരും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത് വാസവൻ ചേട്ടനാണ്. വാസവൻ ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ്. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നവകേരള സദസ്സ്, നവകേരള യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയപ്പോൾ വാസവൻ ചേട്ടൻ പറഞ്ഞ കാര്യം, പിണറായി സഖാവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണിത്. അതുകൊണ്ട് ഈ മണ്ണിനെ, അല്ലെങ്കിൽ ഈ മൈതാനത്തെ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നവകേരള സദസ്സ് നടന്ന മൈതാനത്തെ നവകേരള സദസ്സ് മൈതാനം എന്ന് ഇനി മുതൽ അറിയപ്പെടണമെന്നാണ് വാസവൻ ചേട്ടൻ പറഞ്ഞത്. കാരണം കോട്ടയത്ത് പോപ്പ് മൈതാനമുണ്ട്. അതായത് പോപ്പ് പണ്ട് പ്രസംഗിച്ച മൈതാനമാണ് അത്രേ പിന്നീട് പോപ്പ് മൈതാനം എന്നറിയപ്പെട്ടത്. അതേപോലെ മഹാനായ പിണറായി വിജയൻ പ്രസംഗിച്ച എന്നല്ല, അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് ഉള്ള ഈ മൈതാനത്തെ നമുക്ക് പിണറായി മൈതാനം എന്ന് പറയണമെന്ന് വാസവൻ ചേട്ടൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് നവകേരള സദസ്സ് മൈതാനം എന്ന് പറയണമെന്നാണ്. ഏതാണ്ട് ഇതേപോലെ നമ്മുടെ ബാലൻ സഖാവ് എ കെ ബാലൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് 1.25 കോടിയുടെ ആഡംബര ബസ്, അതിനെക്കുറിച്ചുള്ള വിവാദമുയർന്നപ്പോൾ എ കെ ബാലൻ സഖാവ് പറഞ്ഞിരുന്നു, ഇത് പിണറായി സഖാവ് ഇരുന്ന ബസ്സാണ്, നമ്മുടെ മന്ത്രിമാർ ഇരുന്ന ബസ്സാണ്, അതുകൊണ്ട് ഈ ബസ്സിനെ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ ആളുകൾ ഇങ്ങനെ തള്ളിക്കയറി വരുമെന്നൊക്കെ ബാലൻ സഖാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ വാഴ്ത്തുപാട്ടുകളുടെ പറഞ്ഞ് ഒരു ലിമിറ്റുമില്ലാതെ എത്തുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും വാസവൻ സഖാവ്, വീണ്ടും എനിക്ക് തന്നെ സംശയം, വാസവൻ സഖാവ് ഇത് സത്യസന്ധമായി പറഞ്ഞതാണോ അല്ലെങ്കിൽ പിണറായി വിജയനെ ട്രോളിയതാണോ? കാരണം കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് പിണറായി വിജയൻ. ദൈവത്തിൻ്റെ എന്താ പറയുന്നത്, ദൈവം നൽകിയ വരദാനം നമ്മുടെ മലയാളികൾക്കല്ല, ലോകത്തിന് തന്നെ ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ. ഒടുവിൽ ഈ സംഭവങ്ങളൊക്കെ വിവാദമായി കഴിഞ്ഞപ്പോൾ, പഴയ പോലെയല്ലല്ലോ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പെട്ടെന്ന് അത് ഏറ്റെടുക്കും. അപ്പോൾ ഈ പിണറായി വിജയനെക്കുറിച്ച് നമ്മുടെ വാസവൻ സഖാവ് പറഞ്ഞ ഈ കാര്യം ഭയങ്കരമായിട്ട് വൈറലായി ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. നിരവധി കമൻറ്റുകൾ ഇതിൻ്റെ പേരിൽ വരാൻ തുടങ്ങി. അപ്പോൾ നാക്കുപിഴ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് വാസവൻ സഖാവ്. അതായത് നമ്മുടെ പ്രളയകാലത്ത് അമ്മമാരൊക്കെ TV, അതായത് സീരിയൽ കാണുന്നതൊക്കെ ഒഴിവാക്കി പിണറായി സഖാവിനെ കാണാൻ, പിണറായി സഖാവിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ പിണറായി സഖാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നവകേരള സദസ്സിലേക്ക് അമ്മമാരുടെ ഒഴുക്കാണ്. അല്ലെങ്കിൽ പിണറായിയെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നവകേരള സദസ്സിലേക്ക് ജനങ്ങൾ ഇരമ്പി വരികയാണ് എന്നൊക്കെയാണ് വാസവൻ സഖാവ് പറഞ്ഞു തുടങ്ങിയാൽ, നമ്മൾ വാഴ്ത്തുപാട്ടുകൾ പാടി തുടങ്ങിയാൽ ഏതറ്റം വരെ പോകുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ നാക്കുപിഴ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒടുവിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ വാസവൻ സഖാവ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി പിണറായിയെക്കുറിച്ച് പറഞ്ഞതായി ഡോക്ടർമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത് എന്നാണ്. പാവം ക്രിസോസ്റ്റം തിരുമേനി ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, പറഞ്ഞിട്ടുണ്ടാവാം, നമുക്കറിയില്ല.
ഏതായാലും അങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞതല്ല, മറ്റൊരാൾ പറഞ്ഞത് എടുത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം വാസവൻ സഖാവ് തടിയൂരി. പക്ഷേ നമ്മളെ സഖാവ് ഗോവിന്ദ മാഷ് ഇപ്പോൾ എന്താ പറയുക, EMS നമ്പൂതിരിപ്പാടിന് ശേഷം നമ്മുടെ പാർട്ടിയിലെ സൈദ്ധാന്തികനാണല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ് വാസവൻ സഖാവ് പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ അദ്ദേഹത്തോട് ചോദിക്കണം, സാധാരണ പറയാറുള്ള കാര്യമാണ് ഇതൊക്കെ. പിന്നെ പറഞ്ഞത് പാർട്ടിയിൽ അങ്ങനെ വ്യക്തി പൂജയൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല. വ്യക്തിപൂജ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ വ്യക്തിപൂജ ഇല്ലല്ലോ. നമ്മൾ ഇതൊക്കെ മറക്കണം. ഈ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിരുവാതിര പാട്ട് പാടിയതും തിരുവാതിര കളി കളിച്ചതൊക്കെ നമ്മൾ തൽക്കാലം മറക്കുക. അതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതാണല്ലോ പുതിയ തിയറി. അതാണ് കാരണം. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ കണ്ടത് പോലും തെറ്റാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇപ്പം അങ്ങനെ ഒരു നറേഷൻ ഇപ്പോൾ പിണറായി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം പിണറായിയുടെ ഗൺമാൻ ആ പാതയോരത്ത് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, കരിങ്കൊടി വീശിയ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, 2 പോലീസുകാർ, 2-3 പോലീസുകാർ ഒരു റോഡിൻ്റെ വളരെ അരികത്തേക്ക് ഒരു ഷോപ്പിൻ്റെ, ഒരു പീടികയുടെ ോട് ചേർത്ത് നിർത്തിയിട്ട് അവരെ എന്താ പറയുക, അവരെ കസ്റ്റഡിയിലെടുത്ത ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഓടി വന്നിട്ട് വളരെ നീളമുള്ളൊരു കമ്പ് കൊണ്ട്, ലാത്തിയൊന്നുമല്ല, ലാത്തിയേക്കാളൊക്കെ നീളമുള്ള ഒരു കമ്പ് കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ആഞ്ഞടിക്കുന്നത് ഈ പറയുന്ന പാതയോരത്തുള്ള 2 കരിങ്കൊടി വീശിയ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ. പക്ഷേ പിണറായി പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് പിണറായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി അടിക്കുന്നത്, കനാലിലേക്ക് തള്ളിയിടുന്നത്, അങ്ങനെയുള്ള ക്രൂരമായ കാഴ്ചകൾ കേരളം മുഴുവൻ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടും പിണറായി പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതാകെ ബസ്സിന് മുന്നിൽ ചാടിയപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അക്രമ സംഭവങ്ങൾക്കൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് പിണറായിയുടെ ഈ ഒരു നറേഷനാണ്. എന്ന് പറഞ്ഞാൽ ഏത് മർദ്ദനത്തെയും അല്ലെങ്കിൽ ഏത് അതിക്രമത്തെയും രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. ഏറ്റവും അവസാനം യൂത്ത് കോൺഗ്രസ് വരെ രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങി. ഈ നമ്മുടെ യുവമോർച്ചക്കാർ രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങി. ഇനി മുതൽ കേരളത്തിൽ ഈ മർദ്ദനത്തെയും അതിക്രമത്തെയും ഒന്നും ആ പേരിലല്ല അറിയപ്പെടേണ്ടത്, രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിലാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ആ വക കാര്യങ്ങളല്ല. നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിലേക്ക് വരാം. അതായത് വാസവൻ സഖാവ് പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. പക്ഷേ നമ്മുടെ പാർട്ടിയിൽ ആരും അങ്ങനെ വ്യക്തി പൂജയൊന്നും നടത്താറില്ല. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ നെഹ്റുവിനെ കൂട്ടുപിടിക്കുന്നു. നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് അദ്ദേഹം പറയുന്നത്, നെഹ്റു പണ്ട് പറഞ്ഞിരുന്നു രാജ്യത്ത് അമ്പലങ്ങൾ പണിയാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നെഹ്റു ഉദ്ദേശിച്ചത് അമ്പലങ്ങളെന്നല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്ത് നിരന്തരം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന് പകരം നെഹ്റു വളരെ ആലങ്കാരികമായി പറഞ്ഞത് എന്താ പറയുക, ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നെഹ്റു ആരാധനാലയങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്ന രീതിയിൽ വാസവൻ സഖാവ് ഈ പറഞ്ഞ പിണറായിയെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് കാലം കാത്തുവെച്ച കർമ്മയോഗി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ പറഞ്ഞത് അത് ആലങ്കാരികമായി പറഞ്ഞതാണ്, അത് ആ രീതിയിൽ കണക്കാക്കിയാൽ മതി എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു. ഗോവിന്ദ മാഷ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. കാരണം ഗോവിന്ദ മാഷ് വളരെ താത്വിക വിമർശനം നടത്തുന്ന ആളാണ്. അതൊക്കെ ശരി, ഈ കാര്യങ്ങൾ പോട്ടെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതിലേക്കാണ് വരുന്നത്. ആ കാര്യം ഞാൻ യഥാർത്ഥത്തിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഈ സംഭവത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ഓം നമോ പിണറായിയേ നമഃ എന്ന് ഉരുവിട്ട് നോമിന് ഒന്നും തിരിയാണ്ടായി. അതായത് ഈ വാസവൻ സഖാവ് പറഞ്ഞതിനെക്കുറിച്ച് ഒരു കമൻറ്റാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റാണ്. ഓം നമോ പിണറായിയേ നമഃ എന്ന് ഉരുവിട്ട് നോമിനൊന്നും തിരിയാണ്ടായി. യാത്ര എന്താവുമോ എന്തോ, ഇല്ലാത്തത് നിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതുമില്ല. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച കമൻ്റ് അല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ജി ശക്തിധരൻ്റെതാണ്. പിണറായി സഖാവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ്. എൻ്റെ ടൈറ്റിലാണ്: മാപ്പ് മാപ്പ് മാപ്പ്. ഈ ചെറ്റയെ എങ്ങനെ സഹിക്കുന്നു സഖാക്കളെ?
ചെറ്റ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി അൺകറക്റ്റായ ഒരു സംഭവമാണ്. ചെറ്റ എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ ആ പോസ്റ്റ് അതേപടി ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ടൈറ്റിൽ മാപ്പ് മാപ്പ് മാപ്പ്. എന്താണ് മാപ്പ് പറഞ്ഞത്, എന്തിനാണ് എന്നുള്ളത് പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ചെറ്റയെ എങ്ങനെ സഹിക്കുന്നു സഖാക്കളെ, ഈ ചെറ്റ ആരാണ് എന്നും ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും 3 വേർപെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ ജാഥകൾ രാജ്യം കണ്ടിട്ടുണ്ട്. അതിലെ ചില ജാഥകൾക്കിടയിൽ എണ്ണമറ്റ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. പുന്നപ്ര വയലാറും കയ്യൂരും കൈവള്ളൂരും കാവുംപായിയും മുനയംകുന്നും മൊറാഴയും ഒഞ്ചിയവും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലും കരിമണൽ കർത്തായിയുടെ മാസപ്പടി വാങ്ങി പാർട്ടിയെ വ്യഭിചരിച്ച് കഴിയുന്ന ഒരു മനുഷ്യദ്രോഹിയെയും അയാളുടെ മകളടക്കമുള്ള അസുര വിത്തുക്കളെയും ധൂമകേതുക്കളെയും ദൈവത്തിൻ്റെ വരദാനമായി പ്രകീർത്തിക്കുന്ന ഒരു ചെറ്റയെ ഇന്നാണ് കാണുന്നത്. സഖാക്കളെ, ഈ പാർട്ടിയുടെ ഭാഗമായി പോയ തെറ്റിന് മാപ്പ് മാപ്പ് മാപ്പ്. ഇതാണ് ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദയവായി പറയട്ടെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജി ശക്തിധരൻ്റെതാണ്. ആരെയും ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, ആരെയും അസുരവിത്ത് എന്ന് വിളിച്ചിട്ടില്ല, ധൂമകേതു എന്ന് വിളിച്ചിട്ടില്ല, പിന്നെ എന്താ മനുഷ്യദ്രോഹി അങ്ങനെ പറഞ്ഞല്ലോ, ആ മനുഷ്യദ്രോഹി എന്നൊന്നും വിളിച്ചിട്ടില്ല. ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു വിദ്യാധർ പി പ്രവീൺ ഇതിനെ ഈ നമ്മുടെ ജി ശക്തിധരൻ്റെ പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇനി എന്തൊക്കെ സ്തുതികൾ കേൾക്കാനിരിക്കുന്നു, ക്രിസ്മസ് കാലമല്ലേ, പുണ്യപുരുഷൻ ഭൂജാതനായി എന്ന് വരെ പറഞ്ഞു കളയും. ശരിയാണ്. ഒരുപക്ഷെ പിണറായി ഭക്തന്മാർ പിണറായിയെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ സാധാരണ ക്രിസ്മസ് കാലത്ത് പറയാറുണ്ട്, ആകാശങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊക്കെ പറയാറുണ്ട്. അതൊരു പക്ഷേ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. കേരളത്തിൽ പിണറായിക്ക് സ്തുതി, പിണറായിക്ക് മഹത്വം, ചെടിച്ചട്ടി രക്ഷാപ്രവർത്തകർക്ക് മഹത്വം, മാസപ്പടി വാങ്ങുന്നവർക്ക് സമാധാനം എന്നൊക്കെ നമ്മൾ കേൾക്കാം. ഏതായാലും കണ്ടതും കേട്ടതും എന്ന് പറയുന്ന വിശേഷങ്ങൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.